പ്രിയമുള്ളവരെ, അങ്ങേയറ്റം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഈ സദസ്സിന് മുമ്പിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഞാനൊരു കഥ ഓർത്തു പോവുകയാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വീടിൻ്റെ വരാന്തയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അച്ഛൻ വരാന്തയിൽ പത്രം വായിച്ചിരിക്കുന്നുണ്ട്. ആ 4ാം ക്ലാസ്സുകാരൻ പുറത്തുള്ള വലിയൊരു പാറക്കല്ല് ഉരുട്ടി മാറ്റുന്നതിന് വേണ്ടിയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. എത്ര തള്ളി മാറ്റാൻ ശ്രമിച്ചിട്ടും ആ കല്ല് ഒരു ഇഞ്ച് പോലും നീങ്ങിയില്ല. ആ കുട്ടി വളരെ സങ്കടപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വരാന്തയിൽ അച്ഛൻ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്തു പറ്റി മോനെ? അച്ഛാ, ഞാൻ അവിടെയുള്ള വലിയ പാറക്കല്ല് ഉരുട്ടി മാറ്റാൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു. അച്ഛൻ ചോദിച്ചു, എന്നിട്ടോ? ഞാൻ എത്ര ശ്രമിച്ചിട്ടും കല്ലൊരു ഇഞ്ച് പോലും നീങ്ങുന്നില്ല. അപ്പം അച്ഛൻ ചോദിച്ചു, നീ നിൻ്റെ സർവ ശക്തിയും എല്ലാ കഴിവുകളും ഉപയോഗിച്ചു ചോദിച്ചു. ഞാൻ ആവുന്നത്ര മാക്സിമം ചെയ്തു, പക്ഷേ കല്ല് നീങ്ങുന്നില്ല. അപ്പം ചോദിച്ചു, ഇല്ല, നീ നിൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചിട്ടില്ല. കാരണം നിൻ്റെ അച്ഛനായ ഞാൻ ഈ വരാന്തയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. നിനക്ക് വേണമെങ്കിൽ എന്നെ ആ പാറക്കല്ല് ഉരുട്ടി മാറ്റാൻ വിളിക്കാമായിരുന്നു. ഇവിടെ കുട്ടി എന്ന സ്ഥാനത്തേക്ക് ഞാൻ ഈ പ്രദേശത്തെ അക്ഷര വെളിച്ചത്തിൻ്റെ സൂര്യ തേജസ് പോലെ തിളങ്ങി നിൽക്കുന്ന മൂർക്കനാട് ഗവൺമെൻറ് UP സ്കൂളിനെ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ്റെ സ്ഥാനത്തുള്ളത് ഈ വിദ്യാലയത്തെ നെഞ്ചോട് ചേർക്കുന്ന, ഈ വിദ്യാലയത്തിൻ്റെ അഭ്യുദയകാംക്ഷികളായ രക്ഷിതാക്കളും നാട്ടുകാരും സന്നദ്ധ സേവന സംഘങ്ങളും ജനപ്രതികളുമൊക്കെയുള്ള ഒരു വിങ്ങനെയാണ്. പക്ഷേ ഇവിടെ അച്ഛൻ, നീ നിൻ്റെ സർവ്വ കഴിവുമെന്ന് ഉപയോഗിച്ചോ എന്ന് മകനോട് ചോദിച്ചപ്പോൾ ഇല്ല എന്ന മറുപടിയാണ് മകൻ പറഞ്ഞതെങ്കിൽ, എല്ലാം പ്രയോഗിച്ചു പക്ഷേ ഒന്നും ഫലം കണ്ടില്ല എന്ന മറുപടിയാണ് പറഞ്ഞതെങ്കിൽ, ഈ വിദ്യാലയത്തിന് പറയാനുള്ളത്, ഞങ്ങൾ ആവുന്ന വിധം ശ്രമിക്കുന്നുണ്ട്. അച്ഛൻ്റെ സ്ഥാനത്തുള്ള ഈ നാടൊന്നാകെ ഞങ്ങളുടെ കൂടെയുണ്ട്. അത് ഞങ്ങൾക്ക് അങ്ങേയറ്റം അഭിമാനവും സന്തോഷവുമുണ്ട്. ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബഹുമാന്യരായ അതിഥികൾക്ക് ഒരുപക്ഷെ അത്ര പരിചയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പാഠ്യേതര രംഗത്ത് മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു വിദ്യാലയമാണ് മൂർക്കനാട് ഗവൺമെൻറ് UP സ്കൂൾ. എൻ്റെ പ്രിയമുള്ളവരെ, കേരള വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടി റിയാലിറ്റി ഷോ നടത്താറുണ്ട്. ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോ എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്. 2010 കേരള സർക്കാർ അത്തരമൊരു പ്രോഗ്രാം ആരംഭിച്ചത്. അതിൻ്റെ 2ാം എഡിഷൻ നടന്നത് 2017 അതിൻ്റെ 3ാം എഡിഷൻ നടന്നത് 2022 അതിൻ്റെ 4ാം എഡിഷൻ നടക്കുന്നത് 2025 കേരളത്തിലെ 14,000-ഓളം വിദ്യാലയങ്ങളിൽ നിന്നും ഏറ്റവും മികച്ച വിദ്യാലയങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിൽ ആദ്യ റൗണ്ടിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 85 വിദ്യാലയങ്ങളിൽ ഒന്ന് നമ്മുടെ ഗവൺമെൻറ് UP സ്കൂൾ മൂർക്കനാടാണ്. ഡിസംബർ 31 ഇവിടെ നിന്ന് 8 കുട്ടികളും PTA പ്രസിഡന്റും ഹെഡ് മാസ്റ്ററും അധ്യാപകരും ഉൾപ്പെടുന്ന ഒരു ടീം തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള കൈറ്റിൻ്റെ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. 2ാം ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാലയത്തിൻ്റെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ അടുത്ത മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. എൻ്റെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളമൊക്കെ എനിക്ക് അങ്ങേയറ്റം അഭിമാനവും സന്തോഷവുമുള്ള ദിവസങ്ങളാണ് വരാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത ഘട്ടത്തിൽ മുന്നോട്ട് മറികടക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാലയത്തിൻ്റെ മികവ് എന്ന് പറയുന്നത് പാഠ്യേതര പ്രവർത്തനങ്ങളെ മികവാണ്. 2025 മെയ് മാസം കേരളത്തിലെ 7ാം ക്ലാസ് കുട്ടികൾക്കുള്ള USS പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിന്നും 67 സൂര്യ തേജസ്സുകളാണ് ഉദിച്ചു പൊങ്ങിയത്. 67 എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ, ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ മികച്ച 2ാമത്തെ റിസൾട്ടുള്ള USS റിസൾട്ടുള്ള വിദ്യാലയമാണ് മലപ്പുറം ജില്ലയിലെ ഊർങ്ങാട്ടിരി പഞ്ചായത്തിലുള്ള ഈ വിദ്യാലയം എന്ന് പറയുന്നത്. 23 LSS നേടുകയുണ്ടായി. കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട്
ഈ വിദ്യാലയത്തിലെ അധ്യാപക രക്ഷാകർതൃ സമിതിയും ഈ വിദ്യാലയത്തെ സ്നേഹിക്കുന്ന ആളുകളും ഒരു വലിയ ക്യാമ്പയിനായിരുന്നു. മൂർക്കനാട് ഗവൺമെൻറ് UP സ്കൂൾ സ്മാർട്ടാകാൻ പോകുന്നു, നിങ്ങൾ കൂടെ ഉണ്ടാകില്ലെന്ന ചോദ്യവുമായി ഈ പ്രദേശത്തേക്ക് ഇറങ്ങിയപ്പോൾ 2 മാസം കൊണ്ട് 10 ലക്ഷത്തോളം രൂപ സമാഹരിച്ച് ഇവിടെയുള്ള 35 ക്ലാസ്സുകളും സ്മാർട്ട് TV സ്ഥാപിച്ചു. മാത്രമല്ല, ഇതിൻ്റെ മുകളിൽ കാണുന്ന ബിൽഡിങ്ങിന് മുകളിൽ വിദ്യ എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ സംവിധാനമുണ്ട്. ആ സ്റ്റുഡിയോയിൽ നിന്നും നമ്മുടെ വിദ്യാലയത്തിൽ ഒരു കുട്ടി ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ വിദ്യാലയത്തിലെ റോഡിനപ്പുറമുള്ള 4 ക്ലാസ്സുകൾ ഉൾപ്പെടെ ഈ വിദ്യാലയത്തിലെ 35 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് സുന്ദരമായി സ്റ്റുഡിയോയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ ലൈവായി കാണാൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതിന് പിന്തുണ നൽകിയത് ഈ നാട്ടിലുള്ള തദ്ദേശീയരായ ഈ വിദ്യാലയത്തെ സ്നേഹിക്കുന്ന ആളുകളാണ്. സ്മാർട്ട് TV പ്രഖ്യാപനമായി മുന്നോട്ട് പോയപ്പോൾ സമാന്തരമായി ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു സ്വപ്നമായിരുന്നു ടർഫ് എന്ന് പറയുന്നത്. ഞാൻ 2025 മെയ് മാസമാണ് പ്രധാനാധ്യാപകനായി ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് തന്നെയുള്ള ദീർഘവീക്ഷണമുള്ള അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒരു വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഏകദേശം കായിക വളർച്ച ഉറപ്പുവരുത്താൻ നല്ലൊരു ഗ്രൗണ്ട് അത്യാവശ്യമാണ്. പക്ഷേ ഈ വിദ്യാലയത്തിൻ്റെ ഭൂമിശാസ്ത്രമായ പ്രത്യേകത പരിഗണിക്കുമ്പോൾ അത്തരം വിശാലമായൊരു ഗ്രൗണ്ട് സംവിധാനിക്കാനുള്ള സൗകര്യം ഇവിടെയില്ല. ഈ വെല്ലുവിളി മറികടക്കുന്നതിന് വേണ്ടിയാണ് ഈ മുകളിൽ ഒരു ടർഫ് നിർമ്മാണം ആരംഭിച്ചത്. ഏകദേശം 4 ലക്ഷത്തോളം രൂപ സമാഹരിച്ച് അതിൻ്റെ പ്രവർത്തനം ഒരു പരിധി വരെ എത്തിയെങ്കിലും ഇനിയും പൂർത്തിയാക്കാൻ കഴിയാത്തൊരു ഘട്ടത്തിലാണ്. അടുത്ത സ്റ്റെപ്പ് എന്ത് എന്ന് ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ മുമ്പിൽ ഒരു ദിവ്യ വെളിപാട് പോലെ PMRൻ്റെ കൈത്താങ്ങുണ്ടായത്. ഞാൻ തീർത്തും വിശ്വസിക്കുന്നു, PMR മുജീബ് സാഹിബിനെ കാണാൻ പോയപ്പോൾ ഒരു ഞായറാഴ്ചയായിരുന്നു. ഞങ്ങളുടെ വിദ്യാലയത്തിലെ അധ്യാപകർക്കോ അധ്യാപക രക്ഷാകർതൃ സമിതി ആളുകൾക്കോ ഞായറും വെള്ളിയും ശനിയും ഒന്നും പ്രശ്നമുള്ള ദിവസങ്ങളല്ല. ഒരു ഞായറാഴ്ച രാവിലെ കൊടിയത്തൂർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് മണികണ്ഠനും അതുപോലെ റിഷാദും ഉണ്ട്. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇവർ 2 പേരുമുള്ള സൗഹൃദവും അടുപ്പവും തന്നെയാണ് ഈ വിദ്യാലയത്തിലേക്ക് 2 ലക്ഷം എന്ന് പറയുന്ന ഒരു സംഖ്യ തന്ന് ടർഫിൻ്റെ പൂർത്തീകരണത്തിന് കൈത്താങ്ങാകാൻ സാധിച്ചത് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അന്ന് അദ്ദേഹത്തോട് സംസാരിച്ച് പിരിഞ്ഞു പോന്നു. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് 2 ലക്ഷം എന്ന ഓഫർ ലഭിക്കുന്നത്. നമ്മൾ അങ്ങേയറ്റം സന്തോഷവാന്മാരാണ്. PMR മുജീബ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്, PMR ഷുക്കൂർ അവരുൾപ്പെടുന്ന ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഈ വിദ്യാലയത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കാണിച്ച വിശാല മനസ്സിന് മുഴുവൻ കുട്ടികൾക്കും വേണ്ടി ഞാൻ തീരാത്ത കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഞാനൊരു സംഭവം ഓർത്തു പോവുകയാണ്. വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ അദ്ദേഹം ഒരിക്കൽ പറയുകയാണ്, ഞങ്ങൾ ഒരു പ്രദേശത്ത് ശാരീരികമായ വൈഷമ്യം നേരിടുന്ന ആളുകൾക്ക് വീൽ ചെയർ കൊടുക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു. യൂറോപ്യൻ രാജ്യത്താണ് ചടങ്ങ് സംഘടിപ്പിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, മുട്ടിലിഴഞ്ഞു വരുന്ന ആളുകൾ ഇങ്ങനെ തിരിച്ച് വീൽ ചെയറിൽ പോകുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയത് അവർ പൂമ്പാറ്റകളെ പോലെ പറന്നുറങ്ങുകയാണ്. അങ്ങനെ പോയ ഇവരുടെ സന്തോഷം കണ്ട് ഈ സമ്പന്നായ മനുഷ്യൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി തിരിച്ച് വീൽ ചെയറുമായി വന്നിട്ട് അദ്ദേഹം ഈ വീൽ ചെയർ നൽകിയ ആ ധനാഢ്യനായ മനുഷ്യൻ്റെ മുഖത്തേക്ക് അങ്ങനെ തുറിച്ചു നോക്കി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ മോളെ നീ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ മുഖം ഓർമ്മ വരാനാണ്. ഞാൻ ഉറച്ചു പറയുന്നു, എൻ്റെ വിദ്യാലയത്തിലെ മക്കൾ ആ ടർഫിൽ പന്ത് തട്ടുമ്പോഴൊക്കെ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ ഈ കാൽവെപ്പിനെ ഓർക്കുന്നതോടൊപ്പം PMR എന്ന സ്ഥാപനത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ബഹുമാന്യരെ, അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ടർഫ് വലിയൊരു ആത്മസാക്ഷാത്കാരത്തിൻ്റെ സ്വപ്ന പൂർത്തീകരണത്തിൻ്റെ വേളയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിന് ഉദ്ഘാടനം കഴിയാൻ കാത്തിരിക്കുകയാണ്, അതിലേക്ക് കയറാൻ. നാളെ ഈ വിദ്യാലയത്തിലെ 7ാം ക്ലാസ്സിലെ 300ഓളം കുട്ടികളെ 2 ദിവസം നാളെ രാവിലെ മുതൽ ബുധനാഴ്ച വൈകുന്നേരം വരെ ഇവിടെ നിർത്തിയിട്ട് ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ പോവുകയാണ്. സ്നേഹക്കൂട് എന്നാണ് ആ ക്യാമ്പിൻ്റെ പേര്. ആ ക്യാമ്പിലെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ക്ലാസ്സുകൾ തമ്മിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വ്യത്യസ്ത ടീമുകൾ തമ്മിലുള്ള ക്ലാസ്സുകൾ തമ്മിലുള്ള 5 ടൂർണമെൻ്റാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്ഥാപനം അക്കേയറ്റം പ്രതീക്ഷയോടെയും ആഹ്ലാദത്തോടെയുമാണ് ഈ ടർഫിൻ്റെ ഉദ്ഘാടനത്തെ കാത്തുകൊണ്ടിരിക്കുന്നത്. ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് ഇവിടെ എത്തിയിരിക്കുന്നത് ബഹുമാന്യനായ യു ഷറഫലി അവറുകളാണ്. ഞാനൊക്കെ
പന്ത് തട്ടി കളിക്കുന്ന കാലത്ത് അഭ്രപാളികൾക്ക് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കളികൾ കാണുമ്പോൾ രോമാഞ്ചത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു മഹാപ്രതിഭയായിരുന്നു ബഹുമാന്യനായ യു ഷറഫ് അലി. ഒരുപക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്ര പരിചിതൻ ആയിക്കൊള്ളണമെന്നില്ല. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്നു. അതുപോലെ മലപ്പുറത്തുള്ള മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന് പറയുന്ന SMSBയുടെ ഡെപ്യൂട്ടി കമാൻഡൻ്റ് ആയിരുന്നു. നമ്മുടെ ഈ കാൽപന്ത് കളിയിൽ അരീക്കോടിൻ്റെ എന്നും കോൾമേർ കൊള്ളിക്കുന്ന ഒരു നാമമാണ് യു ഷറഫ് അലി. ഇന്ന് അദ്ദേഹം സ്പോർട്സ് കൗൺസിലിൻ്റെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് വേറെയും ചില പ്രതീക്ഷകളുണ്ട്. ഈ നാട്ടിലെ ഒരു പ്രാഥമികമായ പള്ളിക്കൂടത്തെ ഒരു സ്പോർട്സ് കൗൺസിൽ എങ്ങനെയൊക്കെ കൈത്താങ് നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്തുണ നൽകാം എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ഉദ്ഘാടന ചടങ്ങ് എത്തിയിരിക്കുന്ന ബഹുമാന്യയായ യു ഷറഫ് അലി അവർകളെ എല്ലാവർക്കും വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ആസിഫ് സഹീറാണ്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ്. അദ്ദേഹത്തിൻ്റെ കാൽപന്ത് കളിയിൽ അദ്ദേഹം തീർത്ത മാസ്മരിക പ്രകടനം എന്ന് പറയുന്നത് ആരെയും കോൾമേർ കൊള്ളിക്കുന്നതാണ്. കേരള ഫുട്ബോളിലും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ കളിച്ച് ത്രസിപ്പിക്കുന്ന ഡ്രിബ്ലിംഗ് ഒക്കെ നടത്തിയിട്ട് ആസിഫ് സഹീർ ഇപ്പോൾ നിലമ്പൂർ SPTയിലെ ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെയും ഇവിടെ സന്തോഷപൂർവ്വം ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാന്യനായ PTA പ്രസിഡന്റ് PV അബ്ദുൽ ഷരീഫാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഏത് സന്ദർഭത്തിലും കൂടെ ഉണ്ടാകുന്ന PTA പ്രസിഡന്റ് അബ്ദുൽ ഷരീഫ് അവരുടെ ഇവിടെ സന്തോഷപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ നമുക്ക് ഈ ടർഫിൽ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ സ്പോർട്സ് ഉപകരണങ്ങളുടെ കൈമാറ്റം ചടങ്ങ് നിർവഹിക്കുന്നത് ബഹുമാന്യ വാർഡ് അംഗം P. നഹീം അവർകളാണ്. ഞാൻ ചായ കുടിക്കുന്ന നഹീമിനോട് ചോദിക്കേണ്ടായി, നിങ്ങൾ ഏത് വർഷമാണ് ഈ വിദ്യാലയത്തിൽ പഠിച്ചത്? 1981 7ാം ക്ലാസ് കഴിഞ്ഞു പോയ അദ്ദേഹം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്ന് മാത്രമല്ല, എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. അദ്ദേഹം ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ശേഷം ആദ്യമായിട്ടിടക്കുന്ന ഒരു പൊതുപരിപാടി നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഈ ഉദ്ഘാടന ചടങ്ങാണ്. ഈ കൈമാറ്റ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. 2 ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ ഒരു മോക്ക് പാർലമെൻറ്റ് നടത്തിയിരുന്നു. മോക്ക് പാർലമെൻറ്റ് നടത്തിയപ്പോൾ അവിടെ ഈ വിദ്യാലയത്തിലെ പാർലമെൻറ്റ് സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ സാധാരണ പോലുള്ള പാർലമെൻറ്റ് സമ്മേളനം നടത്തി. ആ പാർലമെൻറ്റ് സമ്മേളനത്തിലേക്ക് ഈ വാർഡിൽ പ്രതികരിക്കുന്ന 3 സ്ഥാനാർത്ഥികളെയും പങ്കെടുപ്പിച്ചിരുന്നു. എന്നിട്ട് കുട്ടികൾ അവരോട് ചോദിച്ചിരുന്നു, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്താണ് ഈ വിദ്യാലയം നൽകുക? ബഹുമാന്യനായ വാർഡ് മെമ്പർ കുട്ടിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. താഴെ പ്രീ പ്രൈമറി വിഭാഗത്തിന് ആവശ്യമായ പ്രീ പ്രൈമറി അവർക്ക് വേണ്ട കളിക്കാൻ ആവശ്യമായ അവിടെയുള്ള സംവിധാനങ്ങൾ, അതുപോലെ നല്ല ഒരു ഗ്രൗണ്ട്, തിരക്ക് പിടിച്ച റോഡിലൂടെ ഈ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്ന മുകളിലുള്ള ഹൈവേ പോലുള്ള മുകളിൽ ഓവർ ബ്രിഡ്ജ് പോലുള്ള വേ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞിരുന്നു, പ്രിയപ്പെട്ട മക്കളെ, അത് ആരാണോ തിരഞ്ഞെടുക്കപ്പെടുന്നത്, ആര് തിരഞ്ഞെടുക്കപ്പെട്ടാലും അവരെ കാണുമ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ വിദ്യാലയത്തെ നെഞ്ചേറ്റുന്ന ഈ സ്ഥാപനത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയായ നഹീം അവർകളോട് ഇത്തരം കാര്യങ്ങൾ അധികം വിശദീകരിക്കേണ്ടതില്ല, എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ വളരെ ഈ പ്രൗഢമായ ചടങ്ങിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ചടങ്ങിലൊരു ഉപഹാര സമർപ്പണം നടക്കുന്നുണ്ട്. ഞാൻ തീർത്തും വിശ്വസിക്കുന്നു, ഞാൻ ഇന്ന് ചില ആളുകൾ പറയുകയും ചെയ്യുന്നു, യഥാർത്ഥത്തിൽ അധ്യാപക രക്ഷാകർതൃ സമിതി ഒരു ടർഫ് സംവിധാനം ആലോചിച്ചപ്പോൾ ഇത്ര മനോഹരമായൊരു ടർഫ് സ്വപ്നത്തിലേക്ക് വന്നിട്ടില്ല എന്ന് 100% ബോധ്യമുണ്ട്. അവസാന ഘട്ടത്തിൽ PMRൻ്റെ കൈത്താങ്ങും ആ പരിപാടി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് നമ്മുടെ SMC അംഗം കൂടിയായ റിഷാദിൻ്റെ മേൽനോട്ടം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ആദ്യാവസാനം അദ്ദേഹത്തിൻ്റെ കൃത്യമായ പ്ലാനിങ്ങൾ കൂടി കാര്യം മുന്നോട്ട് കൊണ്ടുപോയപ്പോഴാണ് ഇത്രയും മനോഹരമായ ഒരു ടർഫ് അവിടെ യാഥാർത്ഥ്യമായത്. അതിൻ്റെ വീഡിയോ എടുത്ത് ഞങ്ങൾ ചില ഗ്രൂപ്പുകളിലേക്ക് വിട്ടിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ പോയിട്ട് ആ ടർഫ് കണ്ടാൽ നമ്മൾ വേറെ ഏതോ മായാലോകത്തെത്തിയൊരു പ്രതീതിയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 2ാം ഘട്ട പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്ത റിഷാദ് അവർകളെ അദ്ദേഹത്തിന് ഈ ചടങ്ങിൽ വെച്ച് നമ്മുടെ പ്രത്യേകമായി ഉപഹാരം സമർപ്പിക്കുന്നുണ്ട്. റിഷാദിനെ ഈ ഉപഹാര സമർപ്പണം ഏറ്റുവാങ്ങുന്ന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കുന്നത് ഒന്ന് നമ്മുടെ SMC ചെയർമാനാണ്. SMC ചെയർമാൻ ദീർഘമായി വിദ്യാലയത്തിൻ്റെ അധ്യാപക രക്ഷാകർതൃ സമിതിയുമായി ചേർന്ന് നിന്ന് പോകുന്ന ആളുകളാണ്. അദ്ദേഹത്തെ അവിടെ സന്തോഷപൂർവ്വം ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ MTA പ്രസിഡന്റായ സൗദത്ത്, അതുപോലെ PMRൻ്റെ ഓണറായ മുജീബ് തുടങ്ങിയ എല്ലാ ആളുകളെയും ഇവിടെ സന്തോഷപൂർവ്വം ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിക്കുന്ന ബഹുമാന്യനായ നമ്മുടെ PT അധ്യാപകനായ ബിനീഷ് മാഷാണ്.
അതിലെല്ലാം ഉപരിയായിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് ആദ്യാവസാനം ശക്തി പകർന്ന് കൂടെ നിൽക്കുന്ന അധ്യാപക രക്ഷാകർത്തം എല്ലാ ആളുകൾ, അതുപോലെ അധ്യാപക സുഹൃത്തുക്കൾ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എനിക്ക് വളരെ സന്തോഷപൂർവ്വം പൊതുവേദിയിൽ പറയാനുള്ളത്, ഒരു ഗവൺമെൻറ് സ്ഥാപനം എന്ന് പറയുന്നത്, ഒരു പ്രൈമറി വിദ്യാലയം എന്ന് പറയുന്നത് ആ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധീനതയിലുള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ട് ഇതിൻ്റെ വളർച്ചയിലും വികാസത്തിലും വാർഡ് മെമ്പർക്കും പഞ്ചായത്ത് ഭരണസമിതിക്കും ബ്ലോക്ക് പഞ്ചായത്തിനും ഒക്കെ കൃത്യമായ പ്രാധാന്യമുണ്ട്, പങ്കുണ്ട്. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമില്ലാതെ ഈ നാട്ടിലെ കുട്ടികളുടെ അക്ഷരജ്യോതിസായി തിളനിൽക്കേണ്ട ഈ വിദ്യാലയത്തിലേക്ക് തങ്ങളുടെ ജനപ്രാതിനിധ്യ കാലത്ത് ഏതൊക്കെ അർത്ഥത്തിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഈ വിദ്യാലയത്തെ ശക്തിപ്പെടുത്താൻ സാധിക്കുമോ അങ്ങനെ ശക്തിപ്പെടുന്നതിന് എല്ലാ ആളുകളുടെയും സഹായം ഇത്രയും കാലം ഉണ്ടായിട്ടുണ്ട്. യാതൊരു പോറലുമില്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയമുള്ള നമ്മുടെ ഇന്നത്തെ മുഖ്യ ഉദ്ഘാടകൻ ശ്രീ ഷറഫ് അലി സാറ്, അതുപോലെ അവിടെ മുഖ്യ അതിഥി ആസിഫ് സാറ്, നമ്മുടെ ഈ സ്കൂളിലെ ഈ സ്റ്റേജിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, ഞാൻ പെട്ടെന്ന് ഉദ്ഘാടനത്തിൻ്റെ മുമ്പ് പറയുന്ന എൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ്റെ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ പോകുന്നത്. ഏതായാലും ഈ ഫുട്ബോളിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന നമ്മുടെ തെരട്ടമ്പിലും അതുപോലെ മൂർഖനാടുമൊക്കെ നമ്മുടെ ഒരുപാട് കേരളത്തിലും അതുപോലെ ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കകത്തും ഒക്കെ ആയിട്ട് അറിയപ്പെടുന്ന ഒരുപാട് ആളുകളെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ ഈ പ്രദേശം. ഒരുപാട് സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ ഈ സ്കൂളിന് ഇതുപോലെ ഒരു ടർഫ് സംഭാവന ചെയ്യാൻ, അതിൽ ഒരു ചെറിയ ഭാഗവാക്കാവാൻ PMR ഗ്രാനൈറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സാധിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതുപോലെ നിങ്ങളും നേരത്തെ ഹെഡ്മാസ്റ്റർ സൂചിപ്പിച്ചു, പാഠ്യേതര പദ്ധതികളിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സർക്കാർ സ്കൂളാണ് നമ്മുടെ മൂർക്കനാട് GNUP സ്കൂൾ. അതുകൊണ്ട് ഇവിടെ ഏറ്റവും സാധാരണക്കാരായ നമ്മുടെ സ്കൂളിൽ ഇന്ന് കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളും വളരെ മികച്ച മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെ മുമ്പിലുണ്ട് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരു പുതിയ ബിൽഡിങ്ങാണ്. ഞാനും ഒരുപാട് കാലം കൊടിയത്തൂർ GNUP സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായിരുന്ന ആളാണ്. നമ്മുടെ നാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന മാതിരിയല്ല, സർക്കാർ സ്കൂളുകളും അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ വളരെ മികച്ച മുന്നേറ്റം നടത്തി മുമ്പോട്ട് പോകുന്ന ഈ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ പോലെയുള്ള നമ്മുടെ ഈ പ്രദേശത്തുള്ള കമ്പനികൾക്ക് പ്രത്യേക സഹായങ്ങൾ ചെയ്യാൻ കഴിയും. ഇനിയും നമുക്ക് ഇതുപോലെയുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ നമ്മളോട് കഴിയുന്ന പരമാവധി ഞങ്ങൾ ശ്രമിക്കും. ഈ പരിപാടിയിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എല്ലാ ആശംസകളും അറിയിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ ഷറഫ് അലി സാർ, അതുപോലെ ഈ പരിപാടിയിലെ മുഖ്യ അതിഥി ആസിഫ് സഹീദ്, മുൻ ഫുട്ബോൾ താരം കൂടിയാണ്, നമ്മുടെ നാടിൻ്റെ മലപ്പുറം ജില്ലയുടെ ഒരു അഭിമാന താരം കൂടിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതുപോലെ ഈ വാർഡ് മെമ്പറായി ഇന്നലെ ചുമതലയേറ്റ നമ്മുടെ പ്രിയങ്കരനായ വാർഡ് മെമ്പർ നയീം സാഹിബ്, SMC ചെയർമാൻ ജാഫർ മാടത്തിങ്കൽ, ബഹുമാനപ്പെട്ട HM ഷഹീദ് മാസ്റ്റർ, MTA പ്രസിഡൻറ്റ് സൗദത്ത്, മറ്റ് നാട്ടുകാരെ, അധ്യാപകരെ, കുട്ടികളെ, ഞാൻ ഈ സ്കൂളിൻ്റെ PTA ഭാരവാഹിയായി ഏകദേശം ഒരു 6 വർഷത്തോളമായി പ്രവർത്തിക്കുന്നു. അന്ന് ഞാനിവിടെ വരുന്ന സമയം തൊട്ട് തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഒരു ആവശ്യം എല്ലാവരും ഇങ്ങനെ പരസ്പരം പറയുക എന്നുള്ളതല്ലാതെ അന്നേ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ സ്കൂള് സ്മാർട്ടാക്കണം, അതുപോലെ നമുക്കൊരു ഗ്രൗണ്ട് വേണമെന്നുള്ളത്. പക്ഷേ അത് എങ്ങനെ നടപ്പാക്കും, എങ്ങനെ അറിയാതെ നട്ടം തിരിഞ്ഞ് നടന്നിരുന്നൊരു കാലത്ത് നിന്ന് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഒരു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ചെറിയ ഗ്രൗണ്ടിൻ്റെ രൂപം നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അത് പിന്നീട് പലപ്പോഴായി PTA ഫണ്ട് ഉപയോഗിച്ചും അല്ലാതെയും കുറേശ്ശെ വികസിപ്പിച്ച് ഒരു ടർഫ് കളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയെടുക്കുകയും അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം എന്നുള്ള നിലക്ക് ഒരു 2.5 ലക്ഷം റുപ്യോളം ചിലവാക്കി അതിൻ്റെ കാലുകളും മറ്റും സ്ഥാപിക്കുന്ന പണി മാത്രം പൂർത്തിയാക്കി. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ്
നമ്മുടെ സ്കൂള് സ്മാർട്ടാക്കണം, ടർഫിൻ്റെ പണി പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു പദ്ധതി ഇവിടെ തുടങ്ങിയത് നാട്ടുകാരുടെ മുന്നിലേക്ക് ഇതിൻ്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ചെന്ന സമയത്ത് നാട്ടുകാർ ഏകദേശം 35ഓളം ആളുകൾ നമുക്ക് ഓരോ TV വീതം സംഭാവന ചെയ്തു. അതുപോലെ PMRൻ്റെ വക 2 ലക്ഷത്തി ചില്ലാനം ഉറുപ്പ്യേൻ്റെ 2 ലക്ഷം ഉറുപ്പ്യയും അതിന് പുറമെ അതിക്ക് വേണ്ട സാധനങ്ങളും അടക്കം നമുക്ക് തന്ന് നമ്മുടെ ഈ 2 പദ്ധതികളെയും പൂർത്തീകരിക്കാൻ സാധിച്ചു. നമുക്ക് ഇന്ന് അതിൻ്റെ സന്തോഷം പങ്കുവെക്കുന്ന ദിവസമാണ്. നമ്മുടെ കുട്ടികൾക്ക് ഈ സ്കൂളിൻ്റെ പരിമിതി നിന്നുകൊണ്ട് ഇത്ര നല്ലൊരു സൗകര്യം ചെയ്തു കൊടുക്കാൻ സാധിച്ചതിൽ, അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഷറഫ് അലി സാറിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിലെ ബഹുമാന്യനായ അധ്യക്ഷൻ PTA പ്രസിഡന്റ് PV അബ്ദുൽ ഷരീഫ്, ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ഹെഡ് മാസ്റ്റർ ഷഹീദ് മാസ്റ്റർ, നമ്മുടെ മുഖ്യാതിഥി ഏറെ പ്രിയങ്കരനും എൻ്റെ സുഹൃത്തുമായ ആസിഫ് സഹീർ, വാർഡ് മെമ്പർ നഹീം, PTA MTA പ്രസിഡന്റ് സൗദത്ത്, സ്കൂളിൻ്റെ ഓരോ പടികൾ ഉയർന്നു വരുമ്പോഴും നേരിട്ട് കണ്ടും കേട്ടും വളർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു ബിൽഡിങ്ങിൽ നിന്ന് 2ആയി 3ആയി കോൺക്രീറ്റ് ബിൽഡിങ്ങായി. എനിക്ക് ഏറെ അത്ഭുതം തോന്നിയത് ഇത്രയധികം പരിമിതികളുണ്ടായിട്ടും ഈ സ്കൂൾ ക്യാമ്പസ് ഇത്ര മനോഹരമായി ഭംഗിയാക്കി കുട്ടികൾക്ക് ഉയർന്ന നിലവാരത്തിൽ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ കായിക പരിശീലനം നൽകാനുള്ള ഒരു സൗകര്യം ഇവിടെ ഏർപ്പെടുത്തി എന്നുള്ളതാണ്. അതിന് PTA ഭാരവാഹികളെയും അതിനെ സഹായിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് നേരത്തെ PMRൻ്റെ ഒരു സഹായമൊക്കെ പറഞ്ഞു, അവരെല്ലാവരെയും സന്തോഷവും അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുകയാണ്. കായിക മേഖലയ്ക്ക് ഏറെ പ്രോത്സാഹനം കൊടുക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ കായിക മേഖലയ്ക്ക് എല്ലാം കൊണ്ട് പ്രോത്സാഹനം കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുട്ടികളെ എന്തുകൊണ്ട് കായിക രംഗത്തേക്ക് വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. വിശദമായ ഒരു പ്രസംഗത്തിന് വേദിയല്ലാത്തത് കൊണ്ട് തന്നെ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ആരോഗ്യ സംരക്ഷണത്തിൽ ഉപരിയായിട്ട് കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറെ തൊഴിൽ അവസരങ്ങളുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഊർങ്ങാട്ടിരി പഞ്ചായത്ത് എടുത്ത് നോക്കിയാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 100-ലധികം സന്തോഷ് ട്രോഫി താരങ്ങൾ നമ്മുടെ ഈ ഊർങ്ങാട്ടിരി പഞ്ചായത്തിലുണ്ട്. 10ഓളം ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങൾ, ജൂനിയർ, സബ് ജൂനിയർ, സീനിയർ തൊട്ടിട്ട് 10ഓളം ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളുണ്ട്. 500ഓളം യൂണിവേഴ്സിറ്റി താരങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. കേരളത്തിൽ ഇത്ര അധികം ഫുട്ബോൾ രംഗത്ത് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് ഉണ്ടാവില്ല. അതിലൊക്കെ പോട്ടെ, 100-ലധികം ആളുകൾ ഈ ഊർങ്ങാട്ടിരി പഞ്ചായത്തിൽ സ്പോർട്സ് മേഖലയിൽ മാത്രം തൊഴിൽ ലഭിച്ചിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ ഊർങ്ങാട്ടിരി പഞ്ചായത്ത് കായിക രംഗത്ത് അല്ലെങ്കിൽ ഫുട്ബോൾ രംഗം കൊണ്ട് മാത്രം ഏറെ പ്രയോജനം ലഭിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണെന്ന് പറയേണ്ടിയിരിക്കും. അതിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ് മൂർക്കനാട് UP സ്കൂൾ. ഈ മൂർക്കനാടിനുള്ള ഒരു പ്രത്യേകത കൂടി പരിഗണിച്ചിട്ട് തന്നെയാണ് ഇത്തവണ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ മൂർക്കനാട് ഹൈസ്കൂളിനും മൂർക്കനാട് UP സ്കൂളിനും, UP സ്കൂൾ കുട്ടികളുണ്ടെങ്കിൽ മൂർക്കനാട് UP സ്കൂളിലും ചേർക്കാം. കുറച്ച് കുട്ടികൾ തരട്ടമേ സ്കൂളിൽ ചേർന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിൽ ഒരു സ്പോർട്സ് ഹോസ്റ്റൽ തന്നെ അനുവദിച്ചിട്ടുണ്ട്. ഫുട്ബോളിന് എത്രത്തോളം പ്രോത്സാഹനം കൊടുക്കുന്നൊരു മേഖലയാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഈ സ്പോർട്സ് ഹോസ്റ്റൽ മൂർക്കനാടിൻ്റെ മണ്ണിൽ തന്നെ കേരള സ്പോർട്സ് കൗൺസിൽ അനുവദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിലൂടെ നമ്മുടെ നാട് ലോകത്തിൻ്റെ മുമ്പിൽ അറിയപ്പെടുന്ന താരങ്ങളെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഈ ടർഫ് നിർമ്മാണത്തിലും എനിക്ക് പറയാനുള്ളതാണ്, ഒരുപാട് പരിമിതികളുണ്ട്. ഭൂമിശാസ്ത്രപരമായിട്ട് ഒരുപാട് പരിമിതികളുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് പോലും ഈ കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് PTA അംഗങ്ങളും മറ്റു നാട്ടുകാരൊക്കെ കൂടി സഹകരിച്ചുകൊണ്ട് ഒരു ടർഫ് നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർത്തു വെച്ചോളൂ, നേരത്തെ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, വിവിധ മേഖലകളിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇനി അടുത്ത ഭാവിയിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനം അറിയപ്പെടുന്നത് ഈ ടർഫിൽ നിന്ന് കളിച്ചു വളർന്ന് ഉയർന്നു വന്നിട്ടുള്ള
ദേശീയ അന്തർദേശീയ താരങ്ങളെ കൊണ്ടായിരിക്കുമെന്നതിൽ യാതൊരു സംശയവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് കൗൺസിലിന് നൽകാൻ സാധിക്കുന്നത് സ്പോർട്സ് കിറ്റ് ഞങ്ങൾ നൽകാം. തീർച്ചയായിട്ടും അടുത്ത തവണ സ്പോർട്സ് കിറ്റ് ഈ സ്കൂളിന് അനുവദിക്കും. സ്പോർട്സ് ഹോസ്റ്റലിലൂടെ മികച്ച താരങ്ങളെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നൽകാൻ കഴിയും. അതും നൽകാൻ ഞാൻ അടുത്ത വർഷം തൊട്ട് തയ്യാറാണ്, ഒരു സംശയമാണ്. ഒരു പക്ഷേ ഇന്ന് PS പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളിൽ കൃത്യമായിട്ട് സ്പോർട്സ് കോട്ടയിൽ ഗ്രേസ് മാർക്ക് നൽകുന്നുണ്ട്. 50ഓളം കായിക താരങ്ങൾക്ക് ഓരോ വർഷവും സർക്കാർ തൊഴിൽ നൽകുന്നുണ്ട്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാ കോഴ്സുകൾക്കും സ്പോർട്സ് കോട്ട 3% സ്പോർട്സ് കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. അത് +2 തൊട്ടിട്ട് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സുകൾക്കുണ്ട്, PG കോഴ്സുകൾക്കുണ്ട്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എല്ലാം. അത് മെഡിക്കൽ എൻട്രൻസ്, എൻജിനീയറിംഗ് എൻട്രൻസിന് വരെ. മെഡിക്കൽ ഫീൽഡ് നോക്കുമ്പോൾ നമ്മൾ MBBS മാത്രമേ കാണുന്നുള്ളൂ. അത് മാത്രമല്ല പാരാമെഡിക്കൽ കോഴ്സിന് പോലും 3% സ്പോർട്സ് കോട്ടയുണ്ട്. എനിക്ക് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഈ സ്പോർട്സ് കോട്ട ഇൻ്റർവ്യൂവിൽ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആനുകൂല്യങ്ങൾ ഉള്ളത് അറിയാഞ്ഞിട്ടാണോ എനിക്കറിയില്ല. ഇൻ്റർവ്യൂവിന് വരുന്നതിൽ നമ്മുടെ ജില്ലക്കാർ പൊതുവെ കുറവാണ് സ്പോർട്സ് കോട്ടയിൽ. മറ്റ് 13 ജില്ലകളിൽ 100 കണക്കിന് ആളുകൾ വിവിധ കോഴ്സുകൾക്ക് സ്പോർട്സ് കോട്ട മെറിറ്റ് സർട്ടിഫിക്കറ്റുമായിട്ട് വരുമ്പോൾ ഞാൻ നോക്കാറുണ്ട്, മലപ്പുറം ജില്ലക്കാർ വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് എനിക്കറിയില്ല, ഇതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണോ അറിയില്ല. എനിക്ക് ഹെഡ് മാസ്റ്ററോടും പറയാനുള്ളത്, കായിക രംഗത്ത് കുട്ടികൾ എന്തുകൊണ്ട് വരണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഈ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. പഠനത്തെ ബാധിക്കാത്ത രീതിയിൽ തന്നെ ഈ കുട്ടികൾക്ക് കായിക മേഖലയിലൂടെ വളർന്നു വരാൻ കഴിയും. ഒരു ഫുട്ബോൾ മാത്രമല്ല, എല്ലാവരും ഫുട്ബോളിൻ്റെ പിന്നാലെ നടന്ന് നശിപ്പിക്കണം എന്ന് ഞാൻ പറയില്ല. ഫുട്ബോൾ രംഗത്തേക്ക് 100 കണക്കിന് ആളുകൾ വരുന്നുണ്ട്. വലിയ കോമ്പറ്റീഷനുള്ള ഒരു മേഖലയാണ് ഫുട്ബോൾ. ഫുട്ബോൾ അല്ലാത്ത ഒരുപാട് കായിക ഇനം, 50ഓളം കായിക ഇനങ്ങൾ ഇന്ന് കേരളത്തിൽ സജീവമായിട്ടുണ്ട്. അതിൽ നമുക്കറിയുന്ന 4ഓ 5ഓ ഉള്ളൂ. ഞാൻ പോലും കാണാതെ പഠിച്ച് സ്പോർട്സ് കൗൺസിൽ വന്നതിന് ശേഷം 50 കായിക ഇനങ്ങൾ വളരെ സജീവമായി, വളരെ ഈസി ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന കായികം. ഒന്ന് ആലോചിച്ചു, ചെസ്സ്, ക്യാരംസ് വരെ കായിക ഇനങ്ങളിൽ ഉൾപ്പെടുത്തി സംസ്ഥാന കൗൺസിൽ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക്, കായികപരമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് പോലും പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ ഉയർന്നു വരാനും സാധിക്കും. ഒരു ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ തന്നെ ചെസ് ബോർഡുകളും അല്ലെങ്കിൽ ക്യാരംസ് ബോർഡുകളും ഇട്ടുകൊണ്ട് ശാരീരികമായിട്ട് വൈകല്യങ്ങളുള്ള, പ്രയാസങ്ങളുള്ള കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റും, പരിശീലിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഹെഡ് മാസ്റ്ററോട് എനിക്ക് എളിയ റിക്വസ്റ്റ്, ക്യാരംസോ ചെസ് ബോർഡോ ഉൾപ്പെടെയുള്ള സ്പോർട്സ് കിറ്റുകൾ സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് തരാൻ തയ്യാറാണ്. അത്തരം കുട്ടികളെ കൂടെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ഫുട്ബോളിൽ പിന്നെ മാത്രമല്ല വിവിധ കായിക ഇനങ്ങളിൽ കഴിവുള്ള, അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി അവരുടെ വളർച്ചയ്ക്കനുസൃതമായ പരിശീലനങ്ങളും പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് കേരളത്തിൻ്റെ, രാജ്യത്തിൻ്റെ ഉന്നതമായ കായിക മേഖലയിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം ഉണ്ടാവണമെന്നാണ്. ഇവിടെ നിലവിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് ഈ മൂർക്കനാട് UP സ്കൂൾ മാറിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഭാവിയിൽ തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായി മാറാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി, ആശീർവാദത്തോടു കൂടി ഈ ടർഫിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചു നിർത്തുന്നു. ജയ് ഹിന്ദ്. ഒരുപാട് സന്തോഷം. പ്രസംഗത്തിൽ കുറച്ച് വീക്കാണ്, എന്നാലും ഞാൻ മൂർക്കനാട് സ്കൂളിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടെ ഒരു അവസരം കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരോടും ഞാനിങ്ങനെ അവസരം നൽകിയതിന് നന്ദി പറയുകയാണ്. പിന്നെ എന്നെ അതിശയിപ്പിച്ച വേറൊരു സംഭവം, ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ടിനൊരു ഗ്യാപ്പ് എവിടെയുള്ളത് ഞാൻ അതിശയിച്ചു പോയി. പക്ഷേ അത് വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ അവിടെ ഒരു സിസ്റ്റമാറ്റിക് ടർഫ് ഗ്രൗണ്ട് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ വളരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ എൻ്റെ എൽഡർ ബ്രദർ എന്നെ ഒരുപാട് കളിപ്പിക്കാൻ പ്രചോദിപ്പിച്ച ഷറഫ് ഖാൻ്റെ കൂടെ വേദി പങ്കിടാൻ പറ്റിയതിലും, പിന്നെ അരീക്കോടിൻ്റെ ഫുട്ബോൾ പാരമ്പര്യത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി, കുട്ടികൾ കളിച്ച് ഇന്ത്യക്കും സന്തോഷ് ട്രോഫിക്കും യൂണിവേഴ്സിറ്റിക്കും എല്ലാത്തിനും കളിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കേരളത്തിലെ ഒരു പ്രദേശമാണ് അരീക്കോട്. ആ പാരമ്പര്യം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, മൂർക്കനാട് സ്കൂളിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ ഉയർച്ചയെക്കുറിച്ചാണ് ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടിലൂടെ ഒരു സ്കൂളിൻ്റെ കംപ്ലീറ്റ് ആവുന്നത് വിദ്യാഭ്യാസം, അതിനോടൊപ്പം തന്നെ ഒരു സ്കൂൾ ഒരു
ഒരു സ്കൂൾ ഗ്രൗണ്ടും അതിലൂടെ വളർന്നു വരുന്ന കായിക താരങ്ങളും കൂടിയാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ടർഫ് ഗ്രൗണ്ടിലൂടെ അരീക്കോടിൻ്റെ ഫുട്ബോൾ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ ഒരുപാട് താരങ്ങൾ ഈ സ്കൂളിലൂടെ ഉണ്ടാവട്ടെ. ഇന്ത്യക്കും മലപ്പുറത്തിനും ദേശീയ യൂണിവേഴ്സിറ്റിക്കും എല്ലാത്തിനും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കുക. നല്ലൊരു ഭാവിയുള്ളൊരു കാലഘട്ടമാണ് വരുന്നത്. അവർക്ക് ഫുട്ബോളിൽ ഏത് സ്പോർട്സ് ഈവൻറ്റിലാണെങ്കിലും ടാലൻ്റ് ഉണ്ടെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തരുത്. മാക്സിമം എഡ്യൂക്കേഷൻ്റെ കൂടെ ബാലൻസ് ചെയ്ത് അവരെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക. അത്രക്കും സാധ്യതകളും അവസരങ്ങളും ഉള്ളൊരു കാലഘട്ടമാണ് ഇന്ത്യയിലെ സ്പോർട്സ് മേഖല. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് മൂർക്കനാടിൻ്റെ പ്രിൻസിപ്പളിനും മാനേജ്മെൻറ്റിനും ഇർഷാദ് ഭായിക്കും എല്ലാവരോടും ഞാൻ ഹൃദ്യമായ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഗ്രൗണ്ടിനും ഈ സ്കൂളിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. കഴിഞ്ഞ ഭരണസമിതിയുടെ സ്പോർട്സ് കിറ്റ് വിതരണ ഉദ്ഘാടനം, നമ്മുടെ സ്കൂളിലേക്കുള്ള വിതരണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ നഹീം അവറുകൾ നിർവഹിക്കുന്നു. യോഗാധ്യക്ഷൻ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിങ്ങളുടെ മുമ്പിൽ അഭിമുഖീകരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ വാർഡിൻ്റെ പ്രതിനിധിയായി ആദ്യമായി ഒരു പ്രഥമ വേദിയിൽ ഈ മൂർക്കനാട് ഗവൺമെൻറ് UP സ്കൂളിൽ ഞാൻ പഠിച്ച ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു അതിഥികളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഏറെ സന്തോഷം തോന്നുകയാണ്. ഇവിടെ കുട്ടികളുടെ ഒരു പാർലമെൻറ്റ് ബോഡി യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ എന്നോട് കുട്ടികൾ ചോദിച്ചു, നിങ്ങൾ ജയിച്ചു വരികയാണെങ്കിൽ ഈ സ്കൂളിന് എന്തൊക്കെ നിങ്ങൾക്ക് സംഭാവന നൽകാൻ കഴിയുമെന്ന്. അപ്പോൾ കുട്ടിയുടെ ആവശ്യം, രണ്ടാവശ്യം കുട്ടികൾ പറഞ്ഞു. ഒന്ന്, ഒരു ബ്രിഡ്ജ്, ഓവർ ബ്രിഡ്ജ്, ആ ഭാഗത്ത് നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സ്കൂളിലോട്ടുള്ള ഒരു എന്താ പറയുക, ഓവർ ബ്രിഡ്ജ്, ഫ്ലൈ ഓവർ. ഈ ഫ്ലൈ ഓവർ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരും എന്ന് ഞാൻ കുട്ടികൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് ഇൻഷാ അല്ലാഹ് അത് ഞാൻ പാലിക്കപ്പെടും എന്ന് ഞാൻ നിങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്ക്. ആ പാർക്കും എൻ്റെ ഈ കാലാവധിക്കുള്ളിൽ കൊണ്ടുവരാൻ ശ്രമിക്കും എന്നും കൂടി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യാതിഥി ഷർഫലിക്ക അങ്ങോട്ട് കയറുമ്പോൾ ഇങ്ങനെ ഒരു കിതപ്പ് ഇങ്ങനെ തോന്നുന്നുണ്ട്. നടക്കാൻ കഴിയില്ല, കുട്ടികൾക്ക് നടക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു വാഹന സൗകര്യം നോക്കിയിട്ട് മുകൾ ഭാഗത്തു കൂടെ അങ്ങോട്ട് റോഡെത്താൻ പറ്റുമോ നോക്കുന്നുണ്ട്. അങ്ങനെ സൗകര്യപ്പെടുമെങ്കിൽ ആ റോഡും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമെന്നും കൂടി ഞാൻ ഉണർത്തുകയാണ്. പിന്നെ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകാൻ കഴിയില്ല, കാരണം വെച്ചാൽ പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം പാടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നടക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സ്കൂളിൽ സൂചിപ്പിച്ചതുപോലെ ഞാൻ പഠിച്ച സ്കൂളാണിത്. അത് മാത്രമല്ല, 2007 ഈ സ്കൂളിൻ്റെ പിന്നെ ശാസ്ത്രമേളക്കൊക്കെ എൻ്റെ ഒരു കയ്യൊപ്പ് ഇതുണ്ടായിട്ടുണ്ട്. കാരണം ശാസ്ത്രമേളയ്ക്ക് കപ്പും ഷീൽഡും സ്പോൺസർ ചെയ്തത് അന്ന് എത്ര 38,000 റുപ്യക്ക് സ്പോൺസർ ചെയ്ത ഒരാളാണ് ഞാൻ. അത് ഖത്തർ KMCC. അന്ന് മുതൽ ഇന്ന് വരെ, എന്ന് പറഞ്ഞാൽ ഈ മുന്നിൽ കാണുന്ന പിന്നെ ആ ഡൈനിങ് ഹാള് 10,20,000 രൂപ കഴിഞ്ഞ പ്രാവശ്യം പണി പൂർത്തിയാക്കിയതാണ്. അതും നമ്മൾ കൊണ്ടുവന്ന ഒരു ഫണ്ടാണ്. അപ്പോൾ ഈ സ്കൂളിന് വേണ്ടിയിട്ട്, അതോടൊപ്പം നമ്മളെ മുമ്പത്തെ PTA പ്രസിഡൻറ്റ് നമ്മളെ ജാഫർ മാടത്തിങ്ങൽ ഒരുപാട് കാര്യങ്ങൾ അന്ന് സൂചിപ്പിച്ചു. അന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതായത് അദ്ദേഹം കൊണ്ടുവന്ന പറഞ്ഞ ഒരു സംഗതികളൊക്കെയാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ PTA പ്രസിഡൻറ്റും ഒക്കെ. ഇനിയും ഇൻഷാ അല്ലാഹ്
എന്നെക്കൊണ്ട് കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ ഈ സ്കൂളിന് വേണ്ടി ചെയ്യാൻ ഞാൻ നോക്കും. ഏതൊക്കെ കാര്യത്തിന് എൻ്റെ കയ്യൊപ്പ് ഇവിടെ ഉണ്ടോ, അത് കയ്യൊപ്പ് ചെയ്യാൻ സാധിക്കുമോ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും എന്നും കൂടി ഉണർത്തിക്കൊണ്ടും എൻ്റെ മുന്നോട്ടുള്ള തുറക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും പരസ്പരം രാഷ്ട്രീയത്തിന് അതീതമായിട്ട്, പ്രത്യേകം പറയുന്നു, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു മെമ്പർക്ക് നാട്ടിൽ പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഒരാളെ മാത്രം കൂട്ടുപിടിച്ചിട്ടും അതേപോലെ തന്നെ നമ്മൾ വിഭാഗീയത കാണിച്ചിട്ടും മുന്നോട്ട് പോകാൻ ഒരാൾക്കും സാധ്യമല്ല. എല്ലാവരും പരസ്പര പൂരകങ്ങളായി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ നാടിൻ്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ഒരു തസ്ബീഹ് മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ മൂർക്കനാടിൻ്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെന്നും എനിക്കതിന് വേണ്ടി നിങ്ങളുടെ സഹായം ആവശ്യമാണെന്നും എൻ്റെ പുറകിൽ നിങ്ങൾ നിന്നാൽ ഈ മൂർക്കനാടിൻ്റെ വികസനത്തിന് തീർച്ചയായിട്ടും വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ഞാൻ നിങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഐക്യത്തോട് കൂടിയിട്ട് എനിക്ക് സപ്പോർട്ട് നൽകുക. ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ മുന്നോട്ട്, ഞാനതപ്പോൾ ഷർഫലി സാറിനോടൊരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും എല്ലാവരും നമുക്ക് സപ്പോർട്ട് ഉണ്ടാകും, വികസനം കൊണ്ടുവരും, സമഗ്രമായ വികസനം. അത് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള ഏറ്റവും വലിയ മുദ്രാവാക്യം. അതുകൊണ്ട് ഐക്യത്തോടു കൂടി, സഹോദര്യത്തോടുകൂടി, സ്നേഹത്തോടു കൂടി, സൗഹാർദ്ദത്തോടു കൂടി നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് ഷെരീഫ് ബി അവറുകളെ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഷറഫാക്ക, വിശിഷ്ടാതിഥി ആസിഫ് സയ്യിർ, നമ്മുടെ വാർഡ് മെമ്പർ നഈം സാഹിബ്, PTA വൈസ് പ്രസിഡന്റ്, SMC വൈസ് ചെയർമാൻ, MTA പ്രസിഡന്റ് റിഷാദ് അടക്കമുള്ള HM അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടെയാണ് നമ്മുടെ ഈ വേദി നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, 2-3 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ സ്പോർട്സിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംഗതികൾ നമ്മൾ പല വർഷത്തിൽ നമുക്ക് കാണാൻ സാധിച്ചപ്പോൾ, PTA പ്രസിഡൻ്റായിരിക്കുന്ന സമയത്തും ഞാനും ദാവൂദും ആ സമയങ്ങളിലുള്ള കമ്മിറ്റികൾ നിരന്തരം നമുക്ക് നമ്മുടെ സ്കൂളിനെ സ്പോർട്സിൽ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് വളരെയധികം മീറ്റിങ്ങുകളിലൊക്കെ തന്നെ നമ്മൾ പറഞ്ഞത് ഈ ഒരു സ്പോർട്സിൻ്റെ കാര്യം മാത്രമായിരുന്നു. കാരണം അതിന് അധ്യാപകർ പറയുന്നത് നമുക്കൊരു ഗ്രൗണ്ടില്ല എന്ന ഒരു വിഷയമായിരുന്നു. ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട്, പക്ഷേ അതിൽ കുട്ടികളെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നില്ല. കുട്ടികൾ അഥവാ താഴേക്ക് വീണാൽ നിങ്ങൾ തന്നെ വന്ന് അധ്യാപകരെ ചീത്ത പറയും. അതിനൊരു പല പ്രതിവിധികളും നമ്മൾ കണ്ടെത്തിയപ്പോൾ പല പ്രാവശ്യവും നമ്മൾ നെയ്മാക്കായിട്ട് ബന്ധപ്പെട്ട്, നമ്മൾ ഇപ്പോഴത്തെ വാർഡ് മെമ്പറായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഫണ്ടുകൾ നമ്മൾ കൊണ്ടുവരാൻ നോക്കുമ്പോഴാണ് പിന്നെ നമുക്ക് ഒരു താഴെ ഒരു ഓഡിറ്റോറിയം അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് പാസ്സാക്കി തന്നിട്ടുള്ളത്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ പെരുമ്പറമ്പ് നമ്മളെ കുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഫുട്ബോളിൽ നമ്മളെ കുട്ടികൾ വിന്നേഴ്സായി. ആ ഒരു സമയത്ത് ഷർഫാക്ക അവിടെ ഉണ്ടായിരുന്നു. ഷർഫാക്ക സാറോട് ഞങ്ങൾ പറഞ്ഞു, നമുക്കൊരു ഗ്രൗണ്ട് കിട്ടാനിപ്പോൾ എന്താ വഴി എന്ന് ഞാനും ഒരു അനുരൂപം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചോദിച്ചപ്പോൾ വളരെ അധികം സന്തോഷത്തോടെ പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് നമുക്ക് സ്പോർട്സ് കൗൺസിൽ അനുവദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ സാർ അന്ന് പറഞ്ഞത് 3 ഏക്കർ, 1 ഏക്കറത്തെ അത്ര ഒരു ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കൊരു സ്പോർട്സ് ഗ്രൗണ്ട് അവിടെ അനുവദിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ മങ്ങിപ്പോയി. അതിനുശേഷമായി നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ നിരന്തരം, ഞാനും ദാവൂദും നമ്മുടെ PTA അംഗങ്ങളും നിരന്തരം ഇത് പറഞ്ഞ് കഴിഞ്ഞ ബഹുമാനപ്പെട്ട HM ഇല്ല കാലത്ത്, മുഹമ്മദ് മാഷില്ല കാലത്ത് നമുക്ക് അതിന് ഫണ്ടുകൾ PTA ഫണ്ട് അനുവദിക്കുകയും അതിന് നമ്മൾ തുടക്കം മുതൽ നമ്മൾ പിന്നെ അത് ഗ്രൗണ്ടിൽ JCB കൊണ്ടുവന്ന് 3 JCB നമ്മൾ ഇറക്കിക്കൊണ്ട്
അത് മണ്ണ് മാന്തി വീതി കൂട്ടി വലിയ ഭീഷണിയായിട്ടുള്ള വലിയ പാറക്കല്ലുകൾ കംപ്രസർ കൊണ്ടുവന്ന് നമ്മൾ പൊട്ടിച്ചെടുത്തു. 100 കണക്കിന് ഒരു ലോഡ് മണ്ണ് അവിടെ കുന്നുകൂടിയപ്പം നമ്മളിത് എന്ത് ചെയ്യും? മുകൾക്ക് കയറ്റി കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പോഴാണ് നമ്മളെ സ്പോർട്സിനെ സ്നേഹിക്കുന്ന നമ്മളെ നാട്ടുകാരനായിട്ടുള്ള ആരിസ് ബി കെ, സ്പോർട്സ് ടീച്ചറും കൂടിയാണ്, അങ്ങനെ സ്ഥലം അതിൻ്റെ അടുത്തുണ്ട്, അങ്ങനെ പോയി സമീപിക്കുകയും ആ മണ്ണുകളൊക്കെ തന്നെ ആ ബി കെ ആരിസിൻ്റെ തൊടുവിലേക്ക് തട്ടുകയും അതും അതിൽ നിറഞ്ഞപ്പം ബാക്കി വന്ന മണ്ണ് നമ്മളെ തട്ടാൻ രവിൻ്റെ തൊടുവിലേക്ക് തട്ടി. അങ്ങനെയാണ് അവർ രണ്ടാളും അതിന് നന്നായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഇത്രയും വീതിയിലും വിസ്താരത്തിലും നമുക്ക് ആ ടർഫ് ഉണ്ടാകാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് മറ്റു ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ വർക്ക്, 1ാം ഘട്ട നിലയ്ക്ക് സ്ട്രക്ചർ വർക്ക് നമ്മൾ പൂർത്തിയാക്കുകയും പിന്നീട് നമ്മളെ HM വന്നതിന് ശേഷം അത് പൂർത്തിയാക്കുകയും സാധിച്ചു. വളരെ ത്യാഗങ്ങൾ നമ്മളെ ഇതിൻ്റെ മുന്നിലെ PTA അംഗങ്ങളും MTA പ്രസിഡൻ്റൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, മുൻ MTA പ്രസിഡൻ്റൊക്കെ ഇവിടെ ഇരിക്കണം. അവരൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ 2-3 വർഷത്തിന് ശേഷമുള്ള എല്ലാ പാരൻസിനും അഭിമാനിക്കാവുന്ന ഒരു ടർഫായിട്ട് ഇതിനെ നമുക്ക് മാറിക്കുകയാണ്. എല്ലാവർക്കും അഭിമാനിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഫണ്ടുകളും 1 രൂപ ഉണ്ടെങ്കിൽ പോലും അവർ ഈ സ്കൂളിൻ്റെ ഫണ്ട് ഉപയോഗിച്ചായതുകൊണ്ട് അവരെയും കൂടി നമ്മൾ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ സ്പോർട്സ് പ്രസിഡൻറ്റ് ഷർഫാക്ക് ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ ഷർഫാക്കാനെ നമുക്ക് പിന്തുടർന്ന് പോകണം. അതുപോലെ തന്നെ ആസിഫ് സയ്യിദ് സാറ്, അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പറൊക്കെ പറഞ്ഞു. അപ്പോൾ അവരൊക്കെ എല്ലാവിധ പിന്തുണയും നമ്മുടെ സ്കൂളിനുണ്ടായാൽ ഷർഫാക്ക നേരത്തെ പറഞ്ഞതുമാതിരി ഈ ടർഫിൽ നിന്നും കളിച്ചു വളർന്ന കുട്ടികളുടെ പേരായിരിക്കും നമ്മുടെ സ്കൂളിൻ്റെ പേര്. അതിന് ഈ ടർഫ് നമ്മൾ വളരെയധികം ഉഷാറാക്കിയിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. HMനോട് പറയാനുള്ളത്, PT എന്ന ഒരു സമയത്ത് കുട്ടികളെ ക്ലാസ്സിൽ ഇരുത്താതെ PT മാഷുകളെ കൊണ്ട് ഈ ഗ്രൗണ്ടിൽ പോയി PTക്ക് കായിക പരിശീലനം കൊടുക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുന്നത്. അല്ലാതെ ആ ഗ്രൗണ്ട് അവിടെ ഉണ്ടായിക്കൊണ്ട് ഒരു കാര്യമില്ല. അതിന് ഇവിടുത്തെ അധ്യാപകർ, കാര്യമായിട്ട് PT അധ്യാപകർ, പ്രത്യേകിച്ച് HM ആ കാര്യം ശ്രദ്ധിക്കണം. അല്ലാതെ അവിടെ ഒരു സ്ട്രക്ചർ വർക്കായിട്ട് മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതിന് കുട്ടികളെ PT സമയത്ത് ആ ഹവർ എന്തായാലും കുട്ടികളെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി കളിപ്പിച്ചേ മതിയാവും. അല്ലാതെ പുസ്തകം കൊടുത്തിട്ട് റൂമിൽ കെട്ടിയിടരുത് എന്ന് വളരെ താമയോടെ ഒരു SMC ചെയർമാൻ നിലയ്ക്ക് അഭ്യർത്ഥിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ ഈ സ്വപ്ന പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫലി അവർകൾ, അതുപോലെ തന്നെ ഇന്നത്തെ മുഖ്യാതിഥി ആസിഫ് സഹീർ അവർകൾ, അതുപോലെ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത നമ്മുടെ പുതിയ വാർഡ് മെമ്പർ നെയ്മ അവർകൾ, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ, നമ്മുടെ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, അതുപോലെ എൻ്റെ സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, കുട്ടികളെ, രക്ഷിതാക്കളെ, നമ്മുടെ രണ്ടാമത്തെ സ്വപ്ന പദ്ധതിയായ ഈ ടർഫ് ഇന്ന് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ നമ്മളെല്ലാവരും വളരെയധികം സന്തോഷിക്കുകയാണ്. അതിനുവേണ്ടി സഹായിച്ച നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ PMRൻ്റെ മുതലാളിയായി പിന്നെ മറ്റ് അംഗങ്ങൾ എല്ലാവരെയും ഈ സമയത്ത് ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ ഗ്രൗണ്ടിൽ ഈ ടർഫിൽ എല്ലാ കുട്ടികളെയും ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും അതിൽ കയറാൻ അവസരം ഉണ്ടാകാതിരിക്കരുത് എന്നാണ് എനിക്ക് ഇവിടുത്തെ PT മാഷോട് HMനോടൊക്കെ പറയാനുള്ളത്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, അധ്യാപകരെ, നമ്മളെ സംബന്ധിച്ച് GUPS മൂർക്കനാടിനെ സംബന്ധിച്ച് ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ്. കാരണം നമ്മുടെ എക്കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു ഗ്രൗണ്ട് എന്നുള്ളത്. പക്ഷെ അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ഗ്രൗണ്ടെന്ന് പറയാൻ പറ്റുന്നെങ്കിലും നമ്മുടെ പരിമിതികൾക്ക്, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കിട്ടിയ പരമാവധിയുള്ള ഒരു ഗ്രൗണ്ടാണത്. ഒരു കായികാധ്യാപകൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഗ്രൗണ്ടിൽ കൊണ്ടുപോകും, മുകളിലാണ് നമ്മുടെ ഗ്രൗണ്ട് ഉള്ളത്. അപ്പോൾ കൊണ്ടുപോകുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിട്ട് അവർക്ക് ഫുട്ബോളാണ്. അപ്പോൾ നമ്മൾ ഫുട്ബോൾ കൊടുത്തു കഴിഞ്ഞാൽ 1 or 2 കിക്ക് കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അടിച്ചു കഴിയുമ്പം ബോൾ ഈ താഴെ വരെ എത്തുന്നൊരവസ്ഥയാണ്.
അല്ലെങ്കിൽ ഈ കാട് പിടിച്ച സ്ഥലത്ത് പോയി ആ സ്ഥലത്തേക്ക് എത്തുന്നൊരവസ്ഥയുണ്ട്. ഞാൻ ഇവിടെ ഒരു പരാതി പോലെ വന്നത് ഈ തൊട്ട് ബാക്കിലുള്ള വീട്ടിൽ അവർ അരി കഞ്ഞി ഇടുക എന്ന് പറയുന്നല്ലോ, അവിടെ വരെ ബോൾ എത്തി എന്ന് പറഞ്ഞിട്ട് അവർ പരാതി പറഞ്ഞു. അതൊക്കെ അതിനുപരിയായിട്ട് ഈ കാട് പിടിച്ച സ്ഥലത്ത് ഇവർ ബോൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബോൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവർ ബോളിനൊപ്പം എത്തും. അപ്പോൾ ഈ കാട് നിറഞ്ഞ സ്ഥലത്ത് നമുക്കറിയാം അതിൻ്റെ അപകടം, ഏതൊക്കെ സാധനങ്ങൾ ഇഴജന്തുക്കളൊക്കെ ഉള്ളത്, അതിപ്പോഴും നമുക്കൊരു റിസ്ക് ആയിരുന്നു, പേടിയായിരുന്നു. അതിന് തീർച്ചയായിട്ടും നമുക്കൊരു പരിഹാരം ആയി ഈ നമ്മുടെ പുതിയ ടർഫോട് കൂടിയിട്ട് തന്നെ. പിന്നെ നമ്മൾ പറയാം, നമ്മുടെ ഇപ്പോൾ ഈ കാലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കളിക്കളങ്ങൾക്കും കളികൾക്കും ഒത്തിരി പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഷർബിൽ സാറ് പറഞ്ഞു, അക്കാദമിക്കലായിട്ടുള്ള ബെനിഫിറ്റിനെ കുറിച്ച് സാറ് പറഞ്ഞു. അതിനുപരിയായിട്ട് നമുക്കറിയാം, നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആകുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വ്യായാമം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പണ്ട് കാലങ്ങളിൽ നമ്മൾ രാവിലെ വെള്ളം കോരുമായിരുന്നു, അരി അരയ്ക്കുമായിരുന്നു, ഇല്ലെങ്കിൽ നമ്മൾ നടന്നായിരുന്നു സാധനം വാങ്ങാൻ പോകുന്നത്, നടന്നായിരുന്നു സ്കൂളിൽ പോകുന്നത്. ഇങ്ങനെ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു വ്യായാമം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ കുറേ അഡ്വാൻസ്ഡ് ആയി, നമ്മുടെ മെഷീനറിയും സംവിധാനങ്ങളും അഡ്വാൻസ്ഡ് ആയതോടുകൂടി നമ്മൾ ഈ വ്യായാമം നമ്മൾ കുറഞ്ഞു. വ്യായാമത്തിന് വേണ്ടി വ്യായാമം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. നമ്മളെപ്പോഴും വ്യായാമം തുടങ്ങുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ ചെക്കപ്പ് നടത്തി കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടുള്ള ഷുഗർ, പ്രഷർ, ഇങ്ങനെയുള്ള സാധനങ്ങൾ പറഞ്ഞ് മരുന്ന് തരുന്ന കൂടെ ഡോക്ടർ പറയും, ഇത് മാത്രമല്ല നിങ്ങൾ വ്യായാമം ചെയ്യണം, ദിവസവും വ്യായാമം ചെയ്യണം എന്ന് പറയുമ്പോഴാണ് നമ്മളിൽ പലരും വ്യായാമത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും. അന്ന് നമ്മൾ എന്ത് ചെയ്യും, രാവിലെ നടക്കാനിറങ്ങും, ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അത് നമ്മൾ മുൻപേ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ അതൊരു ശീലമായി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം നമുക്ക് ഉണ്ടാകുകയില്ലായിരുന്നു. അതിൻ്റെ തന്നെയാണ് ദിവസം പ്രതി നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകളാണ്. നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച ചെല്ലുമ്പോൾ തന്നെ ഓരോ നിലകൾ പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ ആവശ്യത്തിന് വ്യായാമം ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും രോഗികളായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്യുന്നത് മുഴുവൻ ഒരു ഹോസ്പിറ്റൽ എന്ന സംവിധാനമാണ്. അതിൻ്റെ കാരണം നമ്മൾ വേണ്ട രീതിയിലുള്ള വ്യായാമം നമുക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു സംവിധാനം, ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ കായിക സംസ്കാരം വളർന്നു വരുമ്പോൾ മാത്രമേ നമ്മൾ നല്ലൊരു ആരോഗ്യമുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജനറേഷൻ നമ്മൾ കിട്ടുകയുള്ളൂ. ഈ പറയുന്ന കുട്ടികളറിയാം. അതുപോലെ തന്നെ ഇപ്പം ഫേസ് ചെയ്യുന്ന വേറൊരു പ്രശ്നമാണ്, ഇപ്പോൾ നമ്മൾ ഹെൽത്ത് ആയിട്ടായിരുന്നു ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ നമ്മുടെ കുട്ടികൾ വേറെ രീതികളിലേക്കുള്ള ഒരു ചിന്തകൾ പോകുന്നു. പല രീതിയിലുള്ള ലഹരികളിലേക്കുള്ള ആ ചിന്തകൾ അവർക്ക് വരുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു കളിക്കാനുള്ള താല്പര്യമോ കളിക്കാനുള്ള സൗകര്യമോ കളിക്കാനുള്ള മനസ്സോ ഇല്ലാതെ വരുമ്പോഴാണ്. ഇവരെല്ലാം പണ്ട് നമുക്കറിയാം, വൈകുന്നേരം കളിക്കാൻ ആ സമയമാകുമ്പോൾ നമ്മൾ എങ്ങനെയും അവിടെ എത്തും. അതൊരു ലഹരിയായിരുന്നു, ഒരു അഡിഷനായിരുന്നു. ആ സമയത്ത് എത്തുന്നു. ആ രീതിയിലുള്ള അഡിഷൻ നമ്മുടെ കളികളിലോടുള്ള അഡിഷൻ കുട്ടികൾക്ക് ഇല്ലാതെയാകുന്നു. പകരം മറ്റ് ലഹരി മരുന്നുകളിലേക്കുള്ള ആ പോക്ക് ഇതിന് കാരണമാകുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇതേപോലുള്ള ടർഫുകൾക്കും ഇതേപോലുള്ള ഗ്രൗണ്ടുകൾക്കും കളികൾക്കുള്ള പ്രാധാന്യം ഉണ്ടാകുന്നത്. അപ്പം അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഓൾറെഡി നമ്മൾ ലേറ്റാണ്. എന്നെ ഏൽപ്പിച്ച എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടന പരിപാടി, ടർഫിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചത് നമ്മുടെ PV അബ്ദുൾ ഷെരീഫ്, നമ്മുടെ PTA പ്രസിഡൻ്റാണ്. അദ്ദേഹം നമുക്കറിയാം എല്ലാ കാര്യങ്ങളിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. ഈ പറഞ്ഞ ആൾക്കാരൊന്നും നന്ദി നമുക്ക് പറയേണ്ട കാര്യമില്ല, നമ്മുടെ കുടുംബത്തിലെ ആൾക്കാർ തന്നെയാണ്. എന്നാലും ഔപചാരികതയുടെ പേരിലാണ് നമ്മൾ നന്ദി പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി അധ്യക്ഷ സ്ഥാനം വഹിച്ച PV അബ്ദുൾ ഷെരീഫ് അദ്ദേഹത്തിന് വളരെ സ്നേഹത്തോടു കൂടി നന്ദി അറിയിക്കുന്നു. പിന്നെ ഇന്നത്തെ ഈ പരിപാടി നമ്മൾ ഉദ്ഘാടനം ചെയ്തത്, നമ്മുടെ ടർഫിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഷറഫ് അലി സാറാണ്, കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്. നമ്മളെ സംബന്ധിച്ച് ഈ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്ന് കേൾക്കുന്നതിന് മുമ്പേ നമ്മൾ കേട്ടതാണ്. ഇതിപ്പോൾ റീസെൻ്റ്ലി ആണ് നമ്മൾ വളരെ അടുത്ത കാലത്താണ് ഈ രീതിയിൽ ഈ ഒരു ഇതിൽ നമ്മൾ കേൾക്കുന്നത്. അതിനു മുമ്പ് നമ്മളൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്ന, നമ്മളൊക്കെ വളരെ അസൂയോടുകൂടി നോക്കിക്കൊണ്ടിരുന്ന ഒരു മഹാനായ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അതോടൊപ്പം തന്നെ എനിക്കറിയില്ലായിരുന്നു, ഞാൻ എൻ്റെ സ്വദേശം വയനാടാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് സാറിൻ്റെ സ്വദേശം ഈ നാട്ടുകാരനാണ് എന്നറിഞ്ഞതും. അതുപോലെ സാറ് നമുക്ക് വേണ്ടിയിട്ട് ഒത്തിരി വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ ഈ സ്കൂളിൻ്റെയും ഈ കായിക മേഖലയുടെയൊക്കെ
എന്താ പറയുന്നത്, അതിന് ഉന്നമനത്തിന് വേണ്ടി ഒത്തിരി ഓഫറുകളൊക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഓരോരുത്തരും സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. ഈ പരിപാടിയിൽ ഞങ്ങളുടെ ഈ എളിയ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാൻ ഒരു സമയം കാണുകയും ഇവിടെ വരികയും ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്ത സാറിന് വളരെ സ്നേഹത്തോടുകൂടി ഞങ്ങളെല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മളിന്ന് മുഖ്യാതിഥിയായി നമ്മുടെ കൂടെയുള്ളത് ആസിഫ് സഗീറാണ്. അദ്ദേഹത്തെ പിന്നെ ഈ എന്താ പറയുക, കേരള ക്യാപ്റ്റൻ. ഇപ്പോൾ വിശദീകരണങ്ങളെല്ലാം ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് അനൗൺസേഴ്സ് നമ്മൾ പറയുന്നുണ്ട്. വീണ്ടും അതിലേക്ക് പോകുന്ന കാര്യമില്ല. കേരള ക്യാപ്റ്റൻ ആയിരുന്നു. എസ് പി ടിയിലെ ഇപ്പോഴത്തെ പ്ലെയറാണ്. അങ്ങനെ എല്ലാ രീതിയിലും സജീവമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹവും നമ്മുടെ മുഖ്യാതിഥിയായി എത്തിയതിൽ നമുക്കധികം സന്തോഷവും അത് വലിയ ഭാഗ്യവുമായി കരുതുന്നു. അദ്ദേഹത്തിനും വളരെ സ്നേഹത്തോടു കൂടി നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ പരിപാടിയുടെ സ്വാഗത പ്രസംഗം നടത്തിയത് നമ്മുടെ ബഹുമാന്യനായ ഹെഡ് മാസ്റ്റർ ഷഹീദ് മാഷാണ്. നമുക്കറിയാം, മാഷെക്കുറിച്ച് പറയുമ്പോൾ പല കാര്യങ്ങളും നമ്മളിങ്ങനെ തുടക്കം വരുന്നുണ്ടെങ്കിലും അതിനൊരു സ്പീഡും അതിനെ എന്താ പറയുക, അതിൻ്റെ മുഴുവനായ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ആളാണ്. ഒരിക്കലും ക്ഷമയില്ല സാറ്. മാക്സിമം എത്രയും പെട്ടെന്നുള്ള ചിന്തയാണ് സാറിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ എപ്പോഴും തോളോട് ചോർന്ന് നിന്ന് ഞങ്ങളുടെ വഴികാട്ടിയായി നിൽക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഷഹീദ് മാസ്റ്റർക്കും ഈ അവസരത്തിൽ വളരെ സ്നേഹത്തോടു കൂടി നന്ദി അറിയിക്കുന്നു. സ്പോർട്സ് കിറ്റ് വിതരണവും അതുപോലെ ആശംസകളും നൽകിയത് നമ്മുടെ നഹീം വാർഡ് മെമ്പറാണ്. പറഞ്ഞു, ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് ആദ്യത്തെ പരിപാടിയായിരുന്നു നമ്മുടെ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്കൊരു ഭാഗ്യമാണ്. ഏതൊരു വ്യക്തിയും അവരൊരു അധികാരത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം പങ്കെടുക്കുന്ന ആ വേദി അവർ മറക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഈ ഒരു പരിപാടി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവും. അത് നമ്മൾക്ക് അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായത് ഒത്തിരി ഭാഗ്യമായി കാണുന്നു. അദ്ദേഹമാണെങ്കിലും നമുക്ക് ഒത്തിരി വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പല രീതിയിലുള്ള വാഗ്ദാനങ്ങളും തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സേവനവും അദ്ദേഹത്തിൻ്റെ എല്ലാവിധ സഹകരണവും ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അദ്ദേഹത്തിനും വളരെ സ്നേഹത്തോടു കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ പിന്നെ ആശംസകൾ അറിയിച്ച് സംസാരിച്ചത് നമ്മുടെ SMC ചെയർമാനാണ്. ഇവരൊക്കെ ഞാൻ നേരത്തെയും പറഞ്ഞു, ഇവരോടൊന്നും നന്ദി നമുക്കങ്ങനെ പറയാൻ കാണില്ല. ഇവരെപ്പോഴും നമ്മുടെ കൂടെ ഒന്നിച്ച് നടക്കുന്ന എല്ലാ കാര്യത്തിനും നമ്മുടെ വീട്ടിലുള്ളവരും നന്ദി പറയാമെന്ന് പറയുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ഔപചാരികതയുടെ പേരിലാണ് ഇവരോടൊക്കെ നന്ദി പറയുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത ആശംസകൾ അർജിച്ച ജാഫർ മാടത്തിങ്കൾക്ക് വളരെ സ്നേഹത്തോടു കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ MTA പ്രസിഡന്റ് V സൗദത്ത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളോട് എപ്പോഴും ഒന്നിച്ചുണ്ടാകുന്ന വ്യക്തിത്വമാണ് മാഡത്തിൻ്റേത്. ശ്രീമതി V സൗദത്തിനും വളരെ സ്നേഹത്തോടു കൂടി നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ഈ മുജീബ് റഹ്മാൻ പറഞ്ഞു, PMR നമുക്ക് കുറേ നമ്മുടെ ഈ ടർഫിൻ്റെ അതിൻ്റെ ആ എക്സ്ട്രീമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ അല്ലെങ്കിൽ ഒരു കാരണക്കാരനായ വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ അതിൻ്റെ റിക്വസ്റ്റൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി കൊടുത്തത് ഞങ്ങളായിരുന്നു. അപ്പോൾ ആ സമയത്തും വളരെ അനുഭാവപൂർവ്വം അത് സ്വീകരിക്കുകയും അതുപോലെ വളരെ എന്താ പറയുക, ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ എക്സ്ട്രീമിൽ എത്താൻ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും വളരെ സ്നേഹത്തോടു കൂടി നന്ദി അറിയിക്കുന്നു. പിന്നെ ശ്രീ റിഷാദ് പുള്ളി അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴേ എല്ലാ സമയത്തും ഇതിൻ്റെ പുറകിൽ സ്വന്തം ഒരു വീട്ടിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലെയാണ് അദ്ദേഹത്തിൻ്റെ. അത് വളരെ കറക്റ്റായിട്ട് വളരെ പങ്ക്ച്വലായിട്ട് അത് സമയത്തിന് ഏതൊക്കെയാണോ വേണ്ടത് അത് കറക്റ്റ് നോക്കി അവസാനം വരെ, ഇന്നിപ്പോൾ ഈ വൈകുന്നേരം നമ്മുടെ ഈ ഉദ്ഘാടന പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാവിധ മേന്തോട്ടവും വഹിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു തെളിവാണ് അത്രയും മനോഹരമായിട്ടുള്ള നമ്മുടെ ഒരു ടർഫ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനും വളരെ സ്നേഹത്തോടു കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ഇവിടെ സന്നിഹിതരായിട്ടിരിക്കുന്ന SMC PTA അംഗങ്ങളുണ്ട്, അതുപോലെ MPTA അംഗങ്ങളുണ്ട്, രക്ഷകർത്താക്കളുണ്ട്. ഇവർ എല്ലാവരും നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇവരെല്ലാം എപ്പോഴും നമ്മുടെ കൂടെ സജീവമായിട്ട് സഹകരിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഇവരോട് എല്ലാവരോടും വളരെ സ്നേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. കുട്ടികളാണെങ്കിലും വൈകവേളയിൽ നമ്മളോടൊപ്പം
ക്ഷമയോട് കൂടി ഇരുന്ന കുട്ടികൾക്ക് ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ പറയുന്നുണ്ട് നമ്മുടെ എപ്പോഴും ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ അധ്യാപകരാണ്. എന്തൊക്കെയുണ്ടെങ്കിലും നമ്മുടെ ഒരു കൂട്ടായ്മ നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാവുന്നതാണ്. അങ്ങനെ ഒരു ടീച്ചേഴ്സിൻ്റെ ഒരു കൂട്ടം നമുക്കുണ്ട്. ഇവരുടെ എല്ലാം പിന്തുണയാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ ആ ഒരു നല്ല രീതിയിലുള്ള റിസൾട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഓരോ നമ്മുടെ അധ്യാപകരെ, സഹപ്രവർത്തകരെ വളരെ സ്നേഹത്തോടും എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഇതുപോലെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഒത്തിരി സംഭാവനകൾ പല തുള്ളിപ്പെരുവെള്ളമായിരുന്നു. പല രീതിയിലുള്ള സംഭാവനകൾ പല രീതിയിൽ നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭാവനകളുടെ ഒരു കൂട്ടത്തിലാണ് നമുക്ക് ഈ പറയുന്ന റിസൾട്ട് ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മളെ സഹായിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.